ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭാ നേതൃത്വം. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധമിരമ്പി. കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ചാലക്കുടി മലക്കപ്പാറയ്ക്ക് സമീപം വീരൻകുടി നദിയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. മലക്കപ്പാറയിൽ തഹസിൽദാരുടെ വാഹനം ആക്രമിച്ച് കാട്ടാന. യുപിയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ സൈനികൻ വീട്ടിൽ തിരിച്ചെത്തി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിന് തിരക്കേറുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഇടക്കഴിയൂർ തീരക്കടലിൽ കടൽവെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കി. 2 കിലോമീറ്ററോളം നീളത്തിലാണ് ഇളം ചുവപ്പ് നിറ പ്രതിഭാസമുണ്ടായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭാ നേതൃത്വം. ഛത്തീസ്ഗഡ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാരും ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നത് നിരാശാജനകമാണെന്ന് ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ റാലി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൗൺഹാളിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ പി ടി ജോർജ്, സാബു ചെറിയാടൻ, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് എം ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യാതൊരു കാരണവും കൂടാതെ ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഭാരത സംസ്കാരത്തിന് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം സംഭവങ്ങളുടെ ലക്ഷ്യം വളരെ വേദനാജനകമായിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ എല്ലാ കേസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപത ചാലക്കുടിയിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസവും അനുബന്ധ പ്രവർത്തനങ്ങളും മാത്രമാണ് സന്യാസിനി സമൂഹം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ തടയാൻ ആർക്കും അധികാരമില്ല. ക്രിസ്തുവിന്റെ സഹനശക്തി സഭയ്ക്കും വിശ്വാസികൾക്കുമുണ്ട്. പക്ഷേ അതൊരു ബലഹീനതയായി കാണരുതെന്നും ബിഷപ്പ് പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജൂളി വടക്കൻ, മദർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ്, ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, ഡോക്ടർ ആൻഡോസ് ആന്റണി, ഡേവിസ് ഊക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ഫൊറോന ദേവാലയ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന് പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം പാലയൂർ സെന്റ് തോമസ് ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. തോമസ് ചിറമൽ, ജോഷി കൊമ്പൻ, ഒ ജെ ഷാജൻ, ഫാദർ ഗ്ലാഡ്രിൻ തുടങ്ങിയവർ സംസാരിച്ചു. മതത്തിൽ ജീവിക്കാൻ, അത് പ്രചരിപ്പിക്കുവാൻ എല്ലാ അവകാശവും ഉണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളായ വ്യക്തികളെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി ഫൊറോന സമുദായ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ റാലിയും സമുദായ ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുൻപിൽ നിന്നും ആരംഭിച്ച റാലി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപത സഹായമെത്രൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സന്യാസത്തെ ആദരിക്കുന്ന ഒരു ഭാരത സംസ്കാരത്തില് ഈ കന്യാസ്ത്രീ വേഷം വർഗീയതയുടെയും മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ചിത്രീകരിക്കാൻ
ആസൂത്രിതമായിട്ട് പരിശ്രമിക്കുന്നത് ബജ്റംഗദള പോലെയുള്ള തീവ്ര വർഗീയ നിലപാടുള്ളവരാണ് എന്നുള്ളത് വെറും വിരോധാഭാസമല്ല, അത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ജാഗ്രതാ സദസ്സ് ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി NV ആന്റണി, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നടത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദൈവപ്പെട്ടി ഫൊറോനയിലെ വിശ്വാസികൾ നടത്തുന്ന ഞങ്ങൾ സൂക്ഷിക്കും പ്രതിഷേധം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് NV ആന്റണി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. PJ ബൈജു വിലയത്തിൽ, ട്രസ്റ്റിമാരായ PP ജോസ്, NJ ജെമി, NP സേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ പേരിലുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പുന്നമ്പറമ്പ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അതിരൂപത അഡ്വക്കേറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജോ എടത്തിരുത്തി അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ഡേവിസ് വല്ലൂരാൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, ജിനോ വടക്കൂടൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് തെറ്റി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 3 മുറി ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. വികാരി തോമസ് വിളക്കനാടൻ മൗനജാഥ ഉദ്ഘാടനം ചെയ്തു. നൈജോ ആന്റോ, ബേബി കണ്ണമ്പിള്ളി, തോമസ് വള്ളിയാൻ, ബെന്നി വെള്ളച്ചാലിൽ, ആന്റോ ആട്ടോക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച നടപടികൾക്കെതിരെ തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു C എടക്കളത്തൂർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ജെയിംസ് മാളിയമ്മാവ്, K കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നാല് വയസ്സുകാരൻ ആക്രമിക്കപ്പെട്ട മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പല ദിവസവും പുലിയെ കണ്ടതായി സ്ഥലത്തെത്തിയ ചാലക്കുടി തഹസിൽദാരോട് പ്രദേശവാസികൾ പറഞ്ഞു. മലക്കപ്പാറ റോഡിൽ നിന്നും 7 കിലോമീറ്റർ അകലെ കൊടുങ്കാട്ടിലാണ് വീരാൻകുടി ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. 7 കുടുംബങ്ങൾ ഉന്നതിയിലുണ്ട്. ഇവരോട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറാൻ കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെങ്കിലും പ്രാവർത്തികമായില്ല. ഇതിനിടയിലാണ് പുലിയുടെ സാന്നിധ്യം ദിവസേന ഉണ്ടാകുന്നത്. പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. 3 ദിവസം കൂടി ICUവിൽ കഴിയേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്റർ സഹായമില്ലാതെ കുട്ടിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പുലിയുടെ കടിയേറ്റ് തലയിൽ ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുകാരൻ രാഹുലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ന്യൂറോ സർജറി വിഭാഗം ICUവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിലെ ബേബിയുടെയും രാധികയുടെയും മകനായ രാഹുലിനെ പുലി പിടിച്ചത്. അച്ഛൻ ബേബിയുടെ സംയോജിത ഇടപെടലിനെ തുടർന്നാണ് കുഞ്ഞിനെ രക്ഷിക്കാനായത്. ചാലക്കുടി തഹസിൽദാരുടെ വാഹനം കാട്ടാന ആക്രമിച്ചു. മലക്കപ്പാറയിലെ വീരാൻകുടി ഉന്നതിയിൽ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തെ തുടർന്ന് കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കുന്ന നടപടികൾക്കെത്തി തിരിച്ചുവരുന്ന വഴിയാണ് തഹസിൽദാർ KA ജേക്കബിന്റെ വാഹനത്തെ ആന ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിച്ച ആന വാഹനം തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് കാട്ടിലേക്ക് ഓടിപ്പോയി. കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് നടപടികൾക്കായി മലക്കപ്പാറയിൽ പോയ തഹസിൽദാർ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതും ആശങ്ക പടർത്തി. UPയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികൻ വീട്ടിൽ തിരിച്ചെത്തി. താമരയൂർ കൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. ജൂലൈ 10 ബാദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
രാംനഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ യാത്ര തിരിച്ച ഫർസീൻ രാത്രി 10:30 വരെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ഫോണിൽ കിട്ടിയില്ല. പരിശീലന സ്ഥലത്തും എത്തിയിട്ടില്ലെന്നറിഞ്ഞതോടെ ബന്ധുക്കൾ ബറേലിയിലെത്തി പോലീസിൽ പരാതി നൽകി. തുടർന്ന് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഭാര്യ സെറീന ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും നൽകിയിരുന്നു. ഇതിനിടയിൽ ശനിയാഴ്ച രാത്രിയാണ് ഫർസീൻ താമരയൂരിലെ വീട്ടിലെത്തിയത്. ഫർസീൻ പിന്നീട് മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ആർമി പൂനെ റെജിമെന്റിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ഫാർമസിസ്റ്റാണ് ഫർസീൻ. 5 വർഷം മുൻപ് ആർമിയിൽ ചേർന്ന ഫർസീൻ 3 മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു. രാമായണ മാസാചരണം പകുതി പിന്നിട്ടതോടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് തിരക്കേറി. വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തരാണ് ദർശനത്തിനെത്തിയത്. മാസത്തിന്റെ തുടക്കത്തിൽ മഴയുടെ കാഠിന്യം മൂലം വലിയ തിരക്കില്ലായിരുന്നുവെങ്കിലും അവസാന ദിവസങ്ങളിലേക്ക് എത്തും തോറും വലിയ തോതിലാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് അശുദ്ധി സംഭവിച്ചതിനാൽ പുണ്യാഹ ക്രിയകൾ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് നട തുറന്നത്. നാലമ്പല തീർത്ഥാടകരുടെ ഇടത്താവളമാക്കാൻ തീരുമാനിച്ചതിന്റെ ആദ്യ ഞായറാഴ്ചയിൽ കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് നിരവധി പേരെത്തി. 4 ദിവസം മുൻപാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കുഴൂർ ഓഫീസർ PV ജയകൃഷ്ണൻ അറിയിപ്പ് നൽകിയത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. ജൂലൈ 27-ാം തീയതി കനത്ത മഴയുള്ളപ്പോൾ കുഴൂരിൽ ബസ് നിർത്തി പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണം കഴിക്കാനും സ്ഥലത്തിനായി പ്രയാസപ്പെട്ട നാലമ്പല തീർത്ഥാടകരെ KSEB സെക്ഷനിലെ ജീവനക്കാർ ഓഫീസിലേക്ക് ക്ഷണിച്ച് സൗകര്യങ്ങൾ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച TCV വാർത്തയെ തുടർന്നാണ് കുഴൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചത്. എടക്കഴിയൂർ തീരക്കടലിൽ കടൽവെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടത് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്കയും കൗതുകവും ഉണർത്തി. തീരക്കടലിൽ എടക്കഴിയൂർ ബീച്ച്, അഫയൻസ് ബീച്ച് എന്നിവിടങ്ങളിൽ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടത് പദം വന്ന കടൽ തിരകളില്ലാതെ കായൽ പോലെ ശാന്തമായി കിടക്കുകയാണ്. കടലിൽ മീൻ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളും തീരക്കടലിൽ വലവിശി മീൻ പിടിച്ചിരുന്ന തൊഴിലാളികളുമാണ് നിറവ്യത്യാസം കണ്ടെത്തിയത്. 2 കിലോമീറ്ററോളം നീളത്തിലാണ് ഇളം ചുവപ്പ് നിറമുള്ളത്. ഇത്തരത്തിൽ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നു. മഴവെള്ളവും കടൽവെള്ളവും ചേർന്ന് വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ട്. നിറമാറ്റത്തെക്കുറിച്ച് പഠനം നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പടിഞ്ഞാറേ നടപ്പുരയുടെ പ്രവേശന കവാടത്തിലും ഇതിനോട് ചേർന്നുള്ള റോഡിന് നടുവിലുമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. വെള്ളം കാനയിലേക്കാണ് ഒഴുകുന്നത്. നടപ്പുരയുടെ പ്രവേശന കവാടത്തിലും റോഡിലും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നടപ്പുരയിലൂടെ വെള്ളം ചവിട്ടി വേണം ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ. ഇന്നർ റിംഗ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഭക്തരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. പടിഞ്ഞാറേ നടയിലൂടെ എത്തുന്ന ഭക്തർ ഇതുമൂലം ദുരിതത്തിലാണ്. പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് ഭക്തർ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ VB അജയകുമാർ അന്തരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. 48 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊടുങ്ങല്ലൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന റൈറ്റ്സ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. AC മൊയ്തീൻ MLAയും മന്ത്രിയുടെ കൂടെയുണ്ടായിരുന്നു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനം എന്നിവ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിയോട് വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർ AS സനൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനപരമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SH കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA, ബെന്നി ബെഹനാൻ MP, ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സ്വാമി ഉദിത് ചൈതന്യ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീണു കണ്ഠരുമഠത്തിൽ, ഇമാം ഹുസൈൻ ബാഖവി തുടങ്ങിയവർ സംസാരിച്ചു. അതിബൃഹത്തായിട്ടുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. ഏറ്റവും നിർണായകമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രക്ഷാകർത്താക്കളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി
കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി സെന്ററിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ എഫ്ഐആർ റദ്ദാക്കണമെന്നും സംഘപരിവാർ രാജ്യത്ത് നടത്തുന്ന ന്യൂനപക്ഷ ദളിത് വേട്ട അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സായാഹ്നം. പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. TN ലെനിൻ, MP കബീർ, RA അബ്ദുൾ ഹക്കീം, CK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ തെരുവിടം തിയേറ്റേഴ്സ് അവതരിപ്പിച്ച യൂദാസുമാരുടെ കിരീടം എന്ന തെരുവ് നാടകം അരങ്ങേറി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നുകുളം സൗത്ത് മേഖലാ സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. പത്മം വേണുഗോപാൽ, സീത രവീന്ദ്രൻ, ആൻസി വില്യംസ്, പുഷ്പ ജോൺ, ഷീജ പ്രദീപ്, KB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഈ BJPയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മള് പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തകളിലേക്ക്. വടാനപ്പള്ളി പുതുക്കുളങ്ങരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിയുടെ പിന്നിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം തിരൂർ സ്വദേശികളായ നൌഷാദ്, ആഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ ഉടമയുടെ കൺവെട്ടത്തു നിന്നും പെട്ടി ഓട്ടോറിക്ഷ മോഷ്ടിച്ച ബ്ലാക്ക്മാൻ അറസ്റ്റിൽ. ചാലക്കുടി പരിയാരം മുനിപ്പാറ സ്വദേശി കിഴക്കുതല വീട്ടിൽ ബ്ലാക്ക്മാൻ എന്നറിയപ്പെടുന്ന നസീറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുല്ലൂറ്റ് ഉഴവത്തുകടവ് വടശ്ശേരി വീട്ടിൽ അരുണരാജന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷ പട്ടാപകൽ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മോഷ്ടിച്ച പെട്ടി ഓട്ടോറിക്ഷ പൊളിച്ച് വിൽക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പാലക്കാട് സൗത്ത് പോലീസ് ഇയാളെ പിടികൂടി കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. മനക്കുടി വാരിയം കോൾ പാടശേഖര സമിതി വാർഷിക സമിതി പൊതുയോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, പഞ്ചായത്ത് അംഗം K രാഗേഷ്, കൃഷി ഓഫീസർ സ്വാതി സാബു, പാടശേഖര സമിതി പ്രസിഡന്റ് കുറുവത്ത് പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ചരിത്ര പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട സംഘം പുഴ കടന്ന് കോഴിക്കുളങ്ങരയിലെത്തി 1 വർഷക്കാലത്തേക്കുള്ള പൂജ നടത്തി. പച്ചാമ്പിള്ളി രമേശൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. കഴിമ്പറം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റും വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങളും വിതരണം ചെയ്തു. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കരയാമുട്ടം ജുമാ മസ്ജിദ് മഹല്ല് ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, മുഹമ്മദ് കാഞ്ഞിരപ്പള്ളി, കല്യാൺ ഉൽപ്പലാക്ഷൻ, VK ഹരിദാസൻ, ഷൈൻ പട്ടാലി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാന്നാമംഗലം പള്ളിയിലേക്ക് പദയാത്ര നടത്തി. തൃശൂർ അതിരൂപത പാസ്റ്റർ
കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പതാക ഉയർത്തി. പുത്തൂർ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഫുറാന വികാരി ഫാദർ ജോജു പനക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ നവീൻ മുരിങ്ങത്തേരി, ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി, ഫാദർ പ്രിൻസ് നായങ്കര, ഡേവിസ് കണ്ണൂകാടൻ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്തിൽ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നതോടെയാണ് ചട്ടങ്ങളിലെ തടസ്സങ്ങൾ നീക്കി നിർമ്മാണം തുടങ്ങാനായത്. പുളിപ്പറമ്പിലെ 20 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നത്. വർഷങ്ങളായി നിയമക്കുരുക്കിൽ കിടന്ന സ്ഥലമായിരുന്നു ഇത്. ഭൂമി തരം മാറ്റിയാണ് അന്തിമ അനുമതി നേടിയത്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നിയമ തടസ്സങ്ങൾ ഓരോന്നായി നീക്കിയത്. സംസ്ഥാന തലത്തിൽ കൃഷിവകുപ്പിന്റെ അനുമതി ലഭിച്ച് 1 വർഷം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അനുമതി കിട്ടിയത്. പദ്ധതിക്ക് 20 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെച്ചു. കൂടുതൽ ഫണ്ട് അനുവദിക്കാമെന്ന് ബെന്നി ബെഹന്നാൻ എംപിയും VR സുനിൽകുമാർ MLAയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് അറിയിച്ചു. ബെന്നി ബെഹന്നാൻ MP ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ABVP ഇരിങ്ങാലക്കുട നഗരസമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശ്വതി ആർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമിതി അംഗം അനയകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് TN പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റായി സുരാജ് ബാബുരാജനെയും സെക്രട്ടറിയായി അഭിനവ് K ബിനോയിയെയും തെരഞ്ഞെടുത്തു. തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ നടന്ന ആദരം മോട്ടിവേറ്റർ ഷാഹുൽ K പഴുതാന ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാഫി മുത്തലിഫ് മനയത്ത്, യൂസഫ് ഹാജി, PM അസ്കർ, CK മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടത്തി. ക്ഷേത്രം ശാന്തി മരുതൂർ സതീശൻ ചടങ്ങുകൾക്ക് കാർമ്മികനായിരുന്നു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. ജയപ്രകാശ് കിഴക്കൂട്ടയിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലേക്ക് വരൂ. കടലിന്റെ അഴക് ആസ്വദിക്കാം, ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം. വർഷങ്ങളായി പ്രഭാത സവാരിക്കാരുടെ ഇഷ്ടകേന്ദ്രമാണ് മുനയ്ക്കൽ ബീച്ച്. ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിം ആരോഗ്യത്തോട് ആഭിമുഖ്യമുള്ളവരുടെ ഇഷ്ടകേന്ദ്രമാണിപ്പോൾ. ആരോഗ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 2024 എറിയാട് പഞ്ചായത്ത് ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. ഓപ്പൺ ജിം ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നെത്തി തുടങ്ങി. രാവിലെയും വൈകിട്ടുമായി നിരവധി പേർ വ്യായാമം ചെയ്യാനെത്തുന്നുണ്ട്. ഹോൾ ഡേയ്സിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. പ്രായഭേദമന്യേ കുട്ടികളും അല്ലെങ്കിൽ പ്രായമേറിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും രാവിലെ നടത്തത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ജിമ്മിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 10ഓളം ഉപകരണങ്ങളാണ് കടപ്പുറത്തെ ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓപ്പൺ ജിമ്മിന്റെ ഗുണഭോക്താക്കളാണ്. പിന്നെ പുറത്ത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മുതലുള്ള ഫീസാണ് വാങ്ങുന്നത്.
അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചത് വളരെ വലിയ തുകയാണ്. പക്ഷേ ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് രാവിലെയൊക്കെ വന്ന് ഏത് സമയത്തായാലും ഇവിടെ അവൈലബിൾ ആണ് ജിമ്മ്. ഇത് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് വന്ന് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇതേ മാതൃകയിൽ പഞ്ചായത്തിൽ മറ്റിടങ്ങളിലും ഓപ്പൺ ജിം തുറന്നിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം ചിലവേറിയ പ്രക്രിയയായി മാറുന്ന കാലത്ത് മുനക്കൽ ബീച്ചിലെ ഓപ്പൺ ജിം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. രാജീവ് ഗാന്ധി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുക്കാട്ടുകരയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, CD സബീഷ്, ഷാജു ചെറിയത്ത്, ജോൺ C ജോർജ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവിത ദുരിതങ്ങളെ നേരിട്ട് SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ തെക്കങ്ങര മലാക്ക സ്വദേശി അഭിനവന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ നിർവഹിച്ചു. തെക്കങ്ങര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, നേതാക്കളായ NR സതീശൻ, SAA ആസാദ്, KT ജോയ്, C പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PV ലെനിൻ ഉദ്ഘാടനം ചെയ്തു. KP അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞു. ആദൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കാനയിലേക്ക് ചാടിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തയ്യൂർ റോഡിൽ ഖാദി കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലാണ് അപകടമുണ്ടായത്. എതിരെ വന്നിരുന്ന വാഹനത്തിന് വശം ഒതുക്കി കൊടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുല്ല് വളർന്ന് കാന മൂടി റോഡിലേക്ക് വളർന്നു നിൽക്കുന്നതിനാൽ കാന കാണാൻ കഴിയാത്തതാണ് അപകടത്തിനിടയാക്കിയത്. എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് ക്രെയിനിന്റെ സഹായത്തോടെ കാറ് ഉയർത്തിയെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത മാനഹാനി വരുത്തുകയും ചെയ്ത കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കടന്നപ്പള്ളി ചെറുതാഴം സ്വദേശി പരത്തിവീട്ടിൽ വിജേഷ് കുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിജേഷ് നമ്പൂതിരിപ്പാട് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും വാട്സാപ്പ് വഴിയും ഇയാൾ കൊടുങ്ങല്ലൂർ സ്വദേശിനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. കണ്ണൂർ ടൗൺ, പയ്യന്നൂർ, ആലപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഭീഷണിപ്പെടുത്തിയതിനും കലാപം ഉണ്ടാക്കുവാൻ ശ്രമിച്ചതും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ CM തോമസ്, CPOമാരായ ജനീഷ്, അബീഷ്, ഇബ്രാഹിം എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കെ കടൽ തവളകളുടെ ആക്രമണം. ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന വല കടിച്ചുകീറി നശിപ്പിച്ചു. ചേറ്റുവ ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറം സ്വദേശി UK സുബ്രഹ്മണ്യന്റെ ഉടമസ്ഥതയിലുള്ള UK ബ്രദേഴ്സ് വള്ളത്തിലെ വലകളാണ് കടൽ തവളകൾ നശിപ്പിച്ചത്. 2 വള്ളത്തിലെയും വലകൾ നശിപ്പിച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കേടായ വലകൾ നന്നാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. പുതിയ വല വാങ്ങേണ്ട സ്ഥിതിയിലാണ്. വലകൾക്ക് നഷ്ടപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ചാലക്കുടി ചൌക്കയിൽ കെൻസ് ഗാർഡൻ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന അയൽവാസിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൌക്ക കെൻസ് ഗാർഡനിൽ കാഞ്ഞിരപ്പള്ളിക്കാരൻ വീട്ടിൽ ഫാസിലാണ് പിടിയിലായത്. കാഞ്ഞിരപ്പറമ്പിൽ ഷിയാസിനെയാണ് ശനിയാഴ്ച രാവിലെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് ഉപയോഗിച്ച ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതര പരിക്കേറ്റ ഷിയാസ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SIമാരായ ഋഷിപ്രസാദ്, കൃഷ്ണൻ, CPOമാരായ പ്രദീപ്, സജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയ ക്രൈസ്തവ സഭാ നേതൃത്വം. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധമിരമ്പി. കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പുളി കണ്ണൂക്കാടൻ. ചാലക്കുടി മലക്കപ്പാറയ്ക്ക് സമീപം വീരാൻകുടി ഉന്നതിയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. മലക്കപ്പാറയിൽ തഹസിൽദാരുടെ വാഹനം ആക്രമിച്ച് കാട്ടാന.
യുപിയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ സൈനികൻ വീട്ടിൽ തിരിച്ചെത്തി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിന് തിരക്കേറും. തൃപ്രയാർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. എടക്കഴിയൂർ തീരക്കടലിൽ കടൽ വെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കി. 2 കിലോമീറ്ററോളം നീളത്തിലാണ് ഇളം ചുവപ്പ് നിറ പ്രതിഭാസമുണ്ടായത്. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.